മഹളായ മസ്ജിദിൽ നമ്മളൊക്കെ ഒരുമിച്ച് കൂടി അവന്റെ മാർഗത്തിൽ നമ്മൾ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സന്ദർഭത്തിൽ അവന്റെ മാലാഖമാരുടെ ഉന്നതമായ സാന്നിധ്യത്തിൽ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകളുടെ ഹസനാത്തുകളുടെ അകമ്പടി എന്നോണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവിധ തെറ്റുകളെയും കുറ്റങ്ങളെയും പുറത്തു തരട്ടെ. അല്ലാഹു നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി ആഖിബത്ത് നന്നായി അന്ത്യം പുൽകുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയവർക്ക് റബ്ബ് തആല മഗ്ഫിറത്തിനെ മർഹമത്തിനെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു കുടുംബ സംവിധാനത്തിന്റെ ഊഷ്മളത, അതിനുണ്ടല്ലോ അതിൻ്റെതായ ചില ചൂടും ചൂരും ഒക്കെ. അപ്പൊ നമ്മുടെ റിസ്ക് വിശാലമാകാൻ പോലും കാരണം കുടുംബബന്ധം ചേർക്കലാണ് എന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പൊ ഒരു മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളും കുടുംബ സംബന്ധിയാണ്. ആദ്യം എല്ലാ പരിഗണനയും കുടുംബത്തിന്റെ അകത്തേക്കാണ് കൊടുക്കേണ്ടത് എന്നാണ് ഈ തിരുവചനങ്ങള് പരിശുദ്ധ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധ അരുളപ്പാടുകള് ഒക്കെ തന്നെ നമ്മളെ തെളിയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു ആദ്യമായിട്ട് ഈ ഭൂമിയിൽ മനുഷ്യനെ പറഞ്ഞേക്കുമ്പോൾ അവിടെ സംവിധാനം ചെയ്യുന്നത് ഒരു കുടുംബ വ്യവസ്ഥിതിയാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പഠിച്ച് സ്വർഗത്തിൽ തന്നെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഒരു ഇണയത്വം കൊടുക്കാനാണ് അല്ലാഹു തീരുമാനിക്കുന്നത്. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർദ്. ഭൂമി മുളപ്പിക്കുന്ന സകല വസ്തുക്കളിലും പിന്നെ സൗജ്, അസ്വാജ്, ഇണ, തുണ സമ്പ്രദായ ഘടനയെ അള്ളാഹു നിലനിർത്തുകയാണ്. ആദം നബിയെ പഠിച്ച ഉടനെ അള്ളാഹു തആല ആദം നബിക്കുള്ള ഒരു പാർട്ട്ണറെ കൊടുക്കാൻ, ഒരു ബെറ്റർ ഹാഫിനെ കൊടുക്കാൻ. അതിലൂടെ അള്ളാഹു ഒരു ജനറേഷനെയാണ് കാണുന്നത്, ഒരു കുടുംബ സമ്പ്രദായത്തെയാണ് അള്ളാഹു മനുഷ്യനെ ഭൂമിയിൽ പഠിച്ചതോടുകൂടെ തന്നെ കാണുന്നത്. ഖുർആൻ പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസു തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. ജനങ്ങളെ ഇത്തഖുല്ലാഹ്, പരിശുദ്ധ റബ്ബിനെ നിങ്ങൾ വല്ലാണ്ട് ഭയപ്പെട്ട് ജീവിക്കണം, പേടിച്ച് ജീവിക്കണം. ആ റബ്ബാണ് നിങ്ങളെ പഠിച്ചത്. ആരാണവൻ? അവന് വേണ്ടിയാണ് നിങ്ങൾ ജീവിക്കുന്നത്. അവനാണ് നിങ്ങളെ തിരിച്ചു വിളിക്കുന്നത്. അവൻ വേറെ സ്ഥലത്തു നിന്നാണ് നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇവിടെ നമ്മൾ ആലമുൽ അബ്ദാൻ, ആലമുൽ അജ്സാദ്, ആലമുൽ ദുനിയയിലാണ്. ഇത് കഴിഞ്ഞിട്ട് വേറെ ലോകത്തേക്ക് നമുക്ക് പോവാണ്ട്. ആ ലോകത്തേക്ക് പോകാനുള്ള സംഗതികളൊക്കെ തന്നെ ഇവിടെ ഈട്ടിക്കൂട്ടുക. അതിനു വേണ്ടിയാണല്ലോ ദുനിയാവ് എന്ന് പറഞ്ഞൊരു ഇടത്താവളത്തെ അള്ളാഹു പഠിച്ചത്. നമ്മളെ ലക്ഷ്യമോ ഡെസ്റ്റിനേഷനൊന്നും ഇതല്ലല്ലോ. നമ്മൾ ഇടക്കിടക്ക് ഇങ്ങനെ ആലോചിക്കുക, തഖ്വ എന്ന് പറയുന്നത് ഈ ഇടത്താവളത്തിൽ നമ്മൾ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. വേറെ റെസ്ട്രിക്ഷൻ, ഈ മരണം കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന്റെ റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലല്ലോ. മരണം കഴിഞ്ഞ് ഖബറിൽ കിടക്കുമ്പോൾ എന്തെങ്കിലും നിയമമുണ്ടോ? അവിടെ അമലുണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? പക്ഷെ അവിടെ റൂഹായിട്ട് നമ്മൾ കണക്റ്റഡ് ആണല്ലോ എപ്പോഴും. അവിടെ നിയമങ്ങളൊന്നുമില്ല. പരലോകത്തുണ്ടോ? സ്വർഗത്തിൽ കിടന്നുണ്ടോ? അവിടെ ഹറാമുണ്ടോ? സ്വർഗത്തില് ഒന്നുമില്ല. നിയമങ്ങളില്ലാത്ത ലോകം ഇനി വരാനുള്ളതൊക്കെ. ഈ ലോകത്ത് മാത്രമാണ് നിയമമുള്ളത്. ഇവിടെ സുന്നത്ത്, അതുപോലെ തന്നെ കറാഹത്ത്, മുഅക്കദ്, ഫർദ് ഐന്, ഫർദ് കിഫ, ഹറാം, ഹലാല്, ഇങ്ങനെയുള്ള ഒരുപാട് ഫ്രെയിം വർക്കിന്റെ ഉള്ളിലാണ് നമ്മൾ. ഇത് ഇവിടെ മാത്രമേ ഉള്ളൂ. ഇവിടെ മാത്രമേ ഉള്ളൂ. അതിനെ ഇടിച്ചു പൊളിക്കാനാണ് ഇപ്പോ ഈ നാസ്തികതയും നിരീശ്വരത്വവും യുക്തിവാദവും ഒക്കെ നമ്മുടെ മുമ്പിലേക്കൊക്കെ കടന്നു വരുന്നത്. സ്വതന്ത്രവാദം, അതൊരു പുതിയ വാദമാണ്. അങ്ങനെ ഒരുപാട് വാദങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ കുട്ടി ബലാരിഷ്ടത അല്ലെങ്കിലേ ഈമാനിൽ ബലാരിഷ്ടത ഇവിടെ നിന്ന് തുടങ്ങണം. ഈ കുടുംബം എന്ന് പറയുന്നിടത്ത് നിന്ന് തുടങ്ങണം. ഇത്തഖുല്ലാഹ്, ജനങ്ങളെ, യാ അയ്യുഹന്നാസ്, പഠിച്ച റബ്ബ്, പഠിച്ചോനെ എന്ന് പറയില്ല നമ്മള്. എന്താണ്? നമ്മളെ പഠിച്ച ആള്, പഠിച്ച അവന്, അതാണ് ഈ പഠിച്ചോന്. എല്ലാ മതക്കാരും ചിലപ്പോൾ പ്രയോഗിക്കാറുണ്ട്. പഠിച്ചോൻ, നമ്മളെ പഠിച്ചു വിട്ടോൻ നമ്മളോട് പറയാണ്, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇത്തഖൂ, നിങ്ങൾ പേടിച്ച് ജീവിക്കണം, സൂക്ഷിച്ച് ജീവിക്കണം. റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ. അല്ലദീ, എങ്ങനത്തെ റബ്ബാണ്? ഖലഖകും, അവൻ നിങ്ങളെ പഠിച്ചു. മിൻ നഫ്സിൻ വാഹിദ,
ഒറ്റ നഫ്സിൽ നിന്ന്, അല്ലേ? എല്ലാ ജനങ്ങളെയും ഭൂമിയിലേക്ക് ജനിച്ചു വീഴാനുള്ള സകല ജനങ്ങളെയും ഒറ്റയടിക്കാണ്ട് പഠിച്ചിട്ട് അവരെ ഒറ്റയടിക്കാണ്ട് മരിക്കാൻ വിടുകയല്ലേ ചെയ്തത്? ഒരു വാപ്പാനെ പഠിച്ചു, ആ വാപ്പാന്റെ കൂടെ ജീവിക്കാനുള്ള ആ വാപ്പാന്റെ ഭാര്യയെ പഠിച്ചു, ആ വാപ്പാക്കും ആ വാപ്പാന്റെ ഭാര്യയാകുന്ന ഉമ്മക്കും അള്ളാഹു മക്കളെ കൊടുക്കുകയാണ്. ആ മക്കളിലൂടെ ഒരു വംശ പരമ്പര ഉണ്ടാകാൻ, അതൊരു ശ്രേണിയാവൾ. അതിന്റെയൊക്കെ താവഴികളാണ് ഇന്ന് ഇവിടെ തടിച്ചുകൂടിയ നമ്മളെല്ലാവരും. അപ്പോ ഒരു മനുഷ്യനെ പഠിച്ചതിന്റെ ശേഷം ആ മനുഷ്യന് വേണ്ടിയുള്ള ഇണയെ പടച്ച തമ്പുരാൻ ആ ഉപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നും ആ ഭാര്യയിൽ നിന്നും ആ ഭർത്താവിൽ നിന്നും ആ ആണിൽ നിന്നും ആ പെണ്ണിൽ നിന്നുമായി അള്ളാഹു നിങ്ങൾക്ക് വിതരണം ചെയ്തു തരികയാണ്. ഒരുപാട് ആണുങ്ങളെ, ഒരുപാട് പെണ്ണുങ്ങളെ. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ചോദിക്കുന്ന, നിങ്ങൾ ആവശ്യപ്പെടുന്ന, നിങ്ങൾ തേടുന്ന റബ്ബുണ്ടല്ലോ, ആ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം. റബ്ബിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ അള്ളാഹു നമ്മളോട് പറയുന്നത് എന്താ അറിയോ? വൽ അർഹാം, അർഹാമിനെയും നിങ്ങൾ സൂക്ഷിക്കണേ. ഈ ഭൂമി ലോകത്തേക്ക് നമ്മളൊരു കുടുംബ പരമ്പരയായി പഠിച്ചു വിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അള്ളാഹു പറഞ്ഞ്, ഇനി നിങ്ങൾ ആ പഠിച്ചോണ്ടല്ലോ, നിങ്ങളെ പഠിച്ചു വിട്ട ആളുണ്ടല്ലോ, അവനെ നിങ്ങൾ സൂക്ഷിക്കണേ. പിന്നെ വൽ അർഹാം, റഹം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഉമ്മാന്റെ യൂട്രസ് ആണ്, ഗർഭപാത്രമാണ്. അതിൽ നിന്ന് പുറത്തു പോകുന്ന ബന്ധങ്ങളാണ് ഈ അർഹാം. അർഹാം എന്ന് നമ്മൾ പറയാം, നമ്മളെ കുടുംബക്കാർ. അതുകൊണ്ട് കുടുംബക്കാരെ നിങ്ങൾ ശ്രദ്ധിക്കണേ, കുടുംബത്തിന്റെ ഗരിമ നിങ്ങൾ സൂക്ഷിക്കണേ, കുടുംബത്തിന്റെ ഊഷ്മളത എപ്പോഴും നിലനിർത്തണേ, അത് ലൈവായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണേ. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, അല്ലാഹു ഇതൊക്കെ കാണുന്നുണ്ട് കേട്ടോ, ഒബ്സർവ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് അവന്റെ ഒബ്സർവേഷനിലാണ് നിങ്ങളുടെ. ഈ ആയത്തിന്റെ അവസാനം അങ്ങനെയാണ്, അവന്റെ ക്യാമറ കണ്ട് നിങ്ങളെ ഓരോ മൂവ്മെന്റുകളെയും ഒപ്പിയെടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് കുടുംബ സംബന്ധിയായിട്ട് അല്ലാഹു പറയുന്നത്. ഇനി നോക്ക്, നിങ്ങൾ ഈ കുടുംബ ബന്ധം മുറിക്കുന്ന ആൾക്ക് സ്വർഗ്ഗമില്ല. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ. ഖതഅ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കത്തി എടുത്തിട്ട് ഒരു സാധനം മുറിക്കണേന്, ഒരു സിസർ, ഒരു കത്രിക എടുത്തിട്ട് ഒരു സാധനം മുറിക്കുന്നത് ഖതഅ, അത് മുറിക്കുക. അത് മുറിച്ചാൽ ഈ ഇങ്ങനെ ഉണ്ടായിരുന്ന സാധനങ്ങൾ പിന്നെ രണ്ട് ധ്രുവത്തിലേക്ക് പോവാൻ, പിന്നെ അത് എങ്ങനെ ഏച്ചു കെട്ടിയാലും മുഴച്ചിരിക്കും, അല്ലേ? അപ്പൊ ആ കുടുംബ ബന്ധം എന്ന് പറയുന്ന ആരും മുറിക്കാത്ത ഈ ചെങ്ങലക്കണ്ണി ഉണ്ടല്ലോ, അതിനെ കട്ട് ചെയ്യാൻ വരുന്ന ആരെങ്കിലും ഒരാൾ ഒരു കുടുംബത്തിലുണ്ടാവും. അത് ചിലപ്പോൾ ഒരു വാട്സപ്പിൽ അവൻ അയക്കണ വോയിസ് ആയിരിക്കും, അല്ലെങ്കിൽ അവൻ പരത്തിയ ദുരൂഹതയായിരിക്കും, അവൻ ചിലപ്പോൾ മക്കളോട് അമ്മായിയെ പറ്റി മുത്തമ്മാനെ പറ്റി പറഞ്ഞു പോയ ഒരു കൃത്യമായ തെളിവില്ലാത്ത, ഒരു കോൺക്രീറ്റ് എവിഡന്റ് ഇല്ലാത്ത ഒരു ദുരൂഹമായ രഹസ്യമായിരിക്കും, കോൺസ്പിറസി ആയിരിക്കും. ഇതൊക്കെ ഒരു കുടുംബത്തിന്റെ ഖത്അൻ, അതിനെ മുറിക്കലാണ്. ലാ യദ്ഖുലുൽ ജന്ന, ഈ കുടുംബ ബന്ധം മുറിക്കുന്നവൻ ഖാതിഉർ റഹീം, കുടുംബ ബന്ധത്തെ മുറിക്കുന്നവന് സ്വർഗ്ഗമില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കുടുംബ ബന്ധം പരിശുദ്ധമാണ്. എല്ലാ വ്യാഴാഴ്ചയും റസൂലുള്ളാഹി തങ്ങൾ പറയാൻ, ഇന്നമൽ അഅ്മാലു തുററു കുല്ല ഖമീസ്, എല്ലാ വെള്ളിയാഴ്ച രാവിലും ആ ആഴ്ച നമ്മൾ ചെയ്തു പോയ മുഴുവൻ അമലുകളും അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെടുകയും അള്ളാഹു അമലുകളെ സത്യവിശ്വാസികളിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്യുന്നതാണ്. പക്ഷെ വെള്ളിയാഴ്ച രാവിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാഴ്ച ചെയ്തു പോയ അമലുകളെ സ്വീകരിക്കാതെ റിജക്റ്റ് ചെയ്യുന്നവൻ ആരാണ്? അത് കുടുംബ ബന്ധം മുറിക്കുന്ന മനുഷ്യനാണ്. അവന്റെ അമൽ എനിക്ക് വേണ്ട. എല്ലാ വെള്ളിയാഴ്ച രാവിലും അല്ലാഹു തആല ബാക്കിയുള്ളവരുടെ മുഴുവൻ അമലുകളെയും സ്വീകരിക്കാൻ. അപ്പൊ അത്ര ഗൗരവമാണ് കുടുംബം. വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. പഠിച്ചോനെ സൂക്ഷിച്ചോളൂ, കുടുംബ ബന്ധങ്ങളെയും സൂക്ഷിച്ചോളൂ. അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന അതിലേക്ക് ചേർത്തിയിട്ട് രണ്ടാമത്തൊരു കാര്യമായിട്ട് അള്ളാഹു പിന്നെ പറയുന്നത് അർഹാം. ഈ റഹം എന്ന് പോകുന്ന ബന്ധമുണ്ടല്ലോ, ഈ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്ന ബന്ധങ്ങളുണ്ടല്ലോ, നിങ്ങളുടെ സ്വന്തം ബന്ധം, ആ സ്വന്തം ബന്ധങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ അതൊക്കെ ഗൗരവമുള്ള വിഷയമാണ് എന്നർത്ഥം, അല്ലേ? പിന്നെ അള്ളാഹു അപ്പൊ നാഥൻ ശപിക്കുകയാണ് ഈ കുടുംബ ബന്ധം ഖത്അ ചെയ്യുന്നവരെ, മുറിക്കുന്നവരെ. അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്, ഫഹൽ അസൈതും ഇൻ തവല്ലൈതും അൻ തുഫ്സിദൂ ഫിൽ അർദ് അൻ തുഫ്സിദൂ ഫിൽ അർദി വതുഖത്തിഉ അർഹാമകും. അല്ലേ? അങ്ങനെ തെറ്റ് ചെയ്തു പോയ ആൾക്കാരില്ലേ, അവർ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കി, അതോടുകൂടെ തന്നെ വതുഖത്തിഉ അർഹാമകും, നിങ്ങൾ എന്ത് ചെയ്തു?
ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കി എന്ന് മാത്രമല്ല, ആ ഫസാദോട് കൂടെ നിങ്ങൾ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ തകർക്കുകയും ചെയ്തു. ഉലൈക അല്ലദീന ലഅനഹുമുല്ലാഹ് വഅസമ്മഹും വഅഅമാ അബ്സാറഹും. അങ്ങനെ ബന്ധങ്ങൾ മുറിക്കുന്ന ആൾക്കാർ ആരാണ്? അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു. അള്ളാഹു അവരെ കണ്ണുകൾക്ക് അന്ധത കൊടുക്കുക പറഞ്ഞാല് അവർ നല്ല കാഴ്ചയുള്ള ആൾക്കാരാണ്, കാണേണ്ടതിന് അവർക്ക് കാണാൻ കഴിയൂല. അതുപോലെ തന്നെ അവരുടെ കണ്ണിന്റെ കാഴ്ച പോക്കി. അതുപോലെ തന്നെ അസമ്മ, അവരെ അള്ളാഹു ബധിരരാക്കി. അവരുടെ കാതുകൾ കേൾക്കേണ്ട ശബ്ദങ്ങൾ കേൾക്കൂല, കുടുംബത്തിൽ കേൾക്കേണ്ട ശബ്ദങ്ങൾ, കുടുംബത്തിൽ കാണേണ്ട ആൾക്കാർ അല്ലേ. ലഹരിയൊക്കെ ഒരു കുടുംബത്തെ തകർക്കാൻ 36,000 ചില്ലാനം ലഹരിയുമായി ബന്ധപ്പെട്ട കുടുംബ കേസുകൾ ഇപ്പൊ കോടതിയിൽ കിടക്കാൻ. ആരാ പരിഹാരം കാണാം? ഞാൻ ചോദിക്കട്ടെ, ആരാ ഇതിന് പരിഹാരം കാണാം? ലഹരി ഒരു കുടുംബത്തിന്റെ അന്തകനല്ലേ. 2 ദിവസം മുമ്പാണ് വളാഞ്ചേരിയിൽ വളരെ പ്രൗഢമായ നമ്മുടെ കോട്ടക്കൽ മണ്ഡലം LNSന്റെ ലഹരി നിർമ്മാർജ്ജന സമിതിയുടെ പ്രൗഢമായ ആബാലവൃദ്ധം വരുന്ന ജനങ്ങളെയും സ്കൂൾ വിദ്യാർത്ഥികളെയും ഒക്കെ പങ്കെടുപ്പിച്ചിട്ട് നടത്തിയ ഒരു ബൃഹത്തായ പരിപാടി മിനിയാന്ന് നമ്മുടെ നടക്കാവിൽ ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള ഡോക്ടേഴ്സ് ക്ലബിൽ വെച്ചിട്ട് നടക്കുകയുണ്ടായി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു സമൂഹത്തിന്റെ പുതിയ തലമുറയുടെ മുമ്പിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഏറ്റവും ഭീകരമായിരിക്കുന്ന ഒരു കാര്യമായിട്ട് ലഹരി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് കുടുംബത്തിന്റെ അന്തകനായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോടുള്ള സമീപനത്തിലുള്ള ഗൗരവം പോലും പുതിയ സമുദായത്തിന് കുറഞ്ഞു, സമൂഹത്തിലെ അംഗങ്ങൾക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി മഹല്ല് സംവിധാനങ്ങളൊക്കെ തന്നെ ഇൻഷാ അല്ലാഹ് നമ്മുടെ മഹല്ലാണെങ്കിൽ അടക്കം ലഹരി സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന, ലഹരിയിൽ പെട്ടുപോയി അല്ലെങ്കിൽ ആ ഫോക്കസിൽ പെട്ടുപോയി എന്നൊരു കുട്ടിയോ ആ കുട്ടിയുമായി ബന്ധപ്പെട്ട രക്ഷിതാക്കളോ പറയുകയാണെങ്കിൽ നമുക്കത് അഡ്രസ്സ് ചെയ്യാം. ആരോഗ്യകരമായ രീതിയിൽ നമുക്കത് അഡ്രസ്സ് ചെയ്യാം. ആ കുട്ടിയെ കൺവിൻസ് ചെയ്യിപ്പിക്കേണ്ടി വരും. ചിലപ്പോൾ ആ കുട്ടിക്ക് അതിന്റെ പ്രതിരോധ ഡി അഡിക്ഷൻ മാർഗങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകേണ്ടി വരും. അതിന്റെ കാര്യകാരണങ്ങൾ നമ്മൾ പഠിക്കേണ്ടി വരും. പക്ഷെ സ്ഥിരമായിട്ട് അതിൽ മുഴുകുക അല്ലേ, സ്ഥിരമായിട്ട് പുറം സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരു ലോബിയുടെ, ഒരു മാഫിയയുടെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിലെ മക്കളുടെ മസ്തിഷ്കത്തെ തകർക്കാൻ, അവരുടെ സ്വബോധത്തെ കെടുത്താൻ ലഹരി വിൽപ്പന നടത്തുക, അതൊരു കമ്പോളായി മാറുക, അതിന്റെ വിപണനത്തിന്റെ അപ്പോസ്തലന്മാരായിട്ട് അവരിങ്ങനെ നാട് വാഴുക അല്ലേ. പോകുന്നു വരുന്നു, ഒരു വിഷയമില്ല. പത്രദ്വാര പേരുകൾ പ്രത്യക്ഷപ്പെടുന്നു, ജയിലിൽ പോകുന്നു, സെല്ലിൽ പോകുന്നു, ജാമ്യം എടുക്കുന്നു, തിരിച്ചു വരുന്നു, ഒരു പ്രശ്നവുമില്ല. ഇതിലൊക്കെ ലജ്ജ നഷ്ടപ്പെട്ടാൽ പിന്നെ അവർ തല ഉയർത്തിയിട്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യും. ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ അതൊക്കെ അതിന്റെ തുടക്കത്തിലുള്ള ലജ്ജയല്ലേ. അതൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത്, തല ഉയർത്തിയിട്ട് അവർ ആ കാര്യങ്ങൾ ചെയ്യും. അങ്ങനെയല്ലേ പിടിക്കപ്പെടുകയാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കടത്താണ്. ഈ കടത്ത് സംഘങ്ങളിൽ നല്ലൊരു പങ്കും നമ്മുടെ സ്വന്തം ആൾക്കാർ. എന്നിട്ട് അവരെ ഇനി നമ്മൾ ഏതെങ്കിലും രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകുക എന്നുള്ളത് ശരിയായ നടപടിയല്ല. അതുകൊണ്ട് മഹല്ല് സംവിധാനങ്ങൾക്ക് അത്തരം ആളുകളുടെ കാര്യത്തിൽ കൃത്യമായ മതപരമായ പരിസരത്ത് നിന്നിട്ടാ പറയുന്നത്, എന്തെങ്കിലും രീതിയിലുള്ള ആക്ഷനുകൾ മഹല്ല് സംവിധാനങ്ങൾക്ക് ചെയ്യേണ്ടി വരും. കാരണം എന്താ, ഏതെങ്കിലും ഒരു രീതിയിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെട്ടുപോയ കുട്ടികളെ കാര്യമാണെങ്കിൽ അത് നമുക്ക് ഡീലേ ചെയ്യും. അതല്ല, ഇതൊരു വ്യാപാരം, ഇതൊരു കമ്പോളം, ഇത് ജീവിതോപാധി. പിന്നെ അവർക്ക് വിശ്വാസമായിട്ട് യാതൊരു പുലബന്ധവും ഇല്ലെങ്കിൽ മഹല്ല് സംവിധാനമായിട്ടുള്ള ബന്ധം എന്തിന് അത്തരം ആളുകൾക്ക്? അതുകൊണ്ട് അവരെ മഹല്ല് സംവിധാനങ്ങൾക്ക് ചിലപ്പോ വിശ്വാസ കാര്യങ്ങളിൽ, ഞാൻ രാജ്യത്തിന്റെ ഒരു മറ്റുള്ള നയപരമായ കാര്യങ്ങളല്ല പറയുന്നത്, നമ്മൾ പള്ളിയിലായിരിക്കുന്നത്. നമ്മൾ പഴയ കാലം മുതലേ പറയില്ലേ, പള്ളി പോയി പറഞ്ഞാൽ മതി. അങ്ങനെ പോയി പറയാനുള്ള ഒരു സ്ഥലം തന്നെയാണ് നമുക്ക് പള്ളിയും നമ്മുടെ മഹല്ല് സംവിധാനമൊക്കെ എന്ന് പറഞ്ഞാല്. നമ്മുടെ മതപരമായ കാര്യങ്ങളുടെ പരിസരങ്ങളെ, ശോഷണങ്ങളെയും ശേഷിയെയും കൃത്യമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഒരു സ്ഥലമാണ് പള്ളി. അത് ക്രൈസ്തവ പണ്ഡിതന്മാര് കണ്ടില്ല നിങ്ങള്, അവരുടെ ഇടപെടലുകളിൽ കുഞ്ഞാടുകളായ ആളുകൾ വരുമ്പോ അവരുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യും. അത് നമ്മളെ മതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് കുറച്ച് ഗൗരവമുള്ള കാര്യമാണ് അല്ലേ. അതിൽ തന്നെ വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ. വ്യാപാരമെന്തു ഹനനനാം വനവേടനുണ്ടോ, വ്യാപന്ന മധുകഴുകനെന്നും കബോധമെന്നും. ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന ലഹരി സംസ്കാരം, ലഹരിയുടെ കച്ചവടം, ലഹരിയുടെ ഇറക്കുമതി, ഈ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അറിയുമോ, വ്യാപന്നം, അവരുടെ ലഹരിയുടെ ഇരയായി കൊണ്ടിരിക്കുന്നവർ കഴുകനെന്നും കബോധമെന്നും. വലിയ ആൾക്കാരാകാൻ ചെറിയ കുട്ടികളാവാം, ക്രൂരതയുടെ പ്രതീകങ്ങളാകാം, സമാധാനത്തിന്റെ പ്രതീകങ്ങളായ കബോധം, ഈ വെള്ളരിപ്രാവുകളാവാം. ഇപ്പൊ ചെറിയ കുട്ടികളത് ടേസ്റ്റ് ചെയ്യാൻ നമ്മളതിനെ പരമാവധി വർജിക്കേണ്ട, മാറ്റി നിർത്തേണ്ട ആൾക്കാരല്ലേ. ഏതെങ്കിലും ആരാന്റെ മക്കൾ തന്നെ അതിൽ പെട്ടുപോയാല് അത് കൃത്യമായിട്ട് അഡ്വൈസ് ചെയ്തിട്ട് ആ കുട്ടിയെ
ശാസിക്കുകയും ആ കുട്ടിക്ക് ശിക്ഷണം തർബിയത്ത് കൊടുക്കുകയും ചെയ്യേണ്ട ആൾക്കാരല്ലേ നമ്മൾ, അല്ലെ? ഈ കച്ചവടക്കാരായിരിക്കുന്ന അല്ലെങ്കിൽ ഇതിന്റെ എന്താ പറയുക കമ്പോളങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് നമ്മുടെ നാടുകളിലേക്ക് ഇതിനെ ഈ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഏത് ലോജിസ്റ്റിക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെ? അവർക്കും കുടുംബവും സംവിധാനവും മക്കളും ഒക്കെ ഉണ്ടാവുമല്ലോ. നമ്മളൊന്ന് ചിന്തിക്കണ്ടേ? ഏതൊരു കാര്യത്തിലും അവനാന്റെ മക്കളെ ചേർത്തിയിട്ടല്ലേ ഈ വിഷയങ്ങളൊക്കെ ആരാന്റെ മക്കളെ കേടാക്കുമ്പോൾ ചിന്തിക്കേണ്ടത് എങ്ങനെങ്കിലും പൈസ ഉണ്ടാക്കാനാണോ? എങ്ങനെങ്കിലും പൈസ ഉണ്ടാക്കാനാണെങ്കിൽ ഈ മുസ്ലിങ്ങളായിരിക്കുന്ന ആൾക്കാർക്ക് പിന്നെ എന്തിനാ നോമ്പ്, നിസ്കാരം, പള്ളി, മദ്രസ ഒന്നും വേണ്ടല്ലോ, അല്ലേ? അപ്പോൾ അതിന് സ്വാതന്ത്ര്യം ഇല്ലാത്ത ആൾക്കാരാണ് ഈ മതത്തിന്റെ ഫ്രെയിംവർക്ക് എന്ന് അതിന്റെ കള്ളിയും പള്ളിയൊക്കെ പൊട്ടിച്ചിട്ട് പുറത്തു പോയിട്ട് ഞാൻ ഈ മതമായിട്ട് ബന്ധമില്ല എന്ന് പറയുന്നത്. അപ്പൊ എന്താ? അവർക്ക് തോന്നിയ പോലെ ജീവിക്കാം. യു ക്യാൻ ഡു വാട്ട് ഡു യു വിഷ്, എന്തു ചെയ്യാം. അതിന് മതം എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ പിന്നെ മറയാക്കണില്ല, അല്ലേ? അതിലാണ് കുറെ ആൾക്കാർ അങ്ങനെ പോകുന്നത്. അങ്ങനെ പോകുന്ന ആളുകൾ ഒരുപാടുണ്ട്. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് ഭയങ്കര വിഷയമാണ്. അപ്പോൾ നിങ്ങൾ കണ്ടില്ല, 4 ദിവസം മുമ്പ് നാടോടികളുടെ മുകളിലേക്ക് നാട്ടികയിൽ നിന്നിട്ട് ആ മേൽപ്പാലത്തിന്റെ മുകളിലൂടെ ഈ വലിയ ഒരു നാഷണൽ പെർമിറ്റ് ലോറി കയറ്റി, അല്ലേ? അവരെ കൊന്നൊക്കെ. ശരിക്കും അതൊരു കൃത്യമായ കൊലപാതകല്ലേ? മാഹിയിൽ വെച്ച് ചെറിയ വിലക്ക് പെട്രോൾ, ഡീസൽ മുഴുവൻ ഫുൾ ടാങ്ക് ആക്കിയതിന്റെ കൂടെ തന്നെ പെട്രോൾ കിട്ടുന്ന അതുപോലെ ചെറിയ വിലക്ക് കിട്ടുന്ന സാധനമാണ് അവിടുത്തെ ഈ ബ്രാൻഡി. അത് നല്ല വീര്യമുള്ള സാധനം. ഡ്രൈവറും ക്ലീനറും അകത്താക്കി മൂക്കറ്റം മദ്യപിച്ചിട്ട് അവർ വളയം പിടിക്കുകയാണ്. ഇവർ ഈ വളയം പിടിക്കണോണ്ട് ഇതിന്റെ ദാരുണമായ ബലിയാടുകൾ ആരാ? ഈ മദ്യപിച്ച ആൾക്കാരാണോ? അവരുമായി ബന്ധപ്പെട്ട ആൾക്കാരാണോ? അതിന്റെ കച്ചവടക്കാരാണോ? അപ്പൊ ഈ മദ്യ സമിതി, മദ്യ മാഫിയ വരെ ഈ നാടോടി മക്കളെ കൊന്നവരുടെ കൊലയാളികളുടെ ലിസ്റ്റിൽ പെടൂലേ? ആരെങ്കിലും അവരുടെ അടുത്തേക്ക് പോയോ? ഈ മദ്യ വിൽപ്പനക്കാരന്റെ അടുത്തേക്ക് പോയോ? ഇല്ല. മദ്യം കുടിച്ച പിന്നെ ക്ലീനറെയും ഡ്രൈവറെയും നമ്മൾ പിടിച്ചു, അല്ലേ? എത്ര ആളുകൾ ഇങ്ങനെ ഓരോ രാത്രിയും നമ്മുടെ നാഷണൽ ഹൈവേയിലൂടെ എത്ര വാഹനങ്ങൾ ദൈനംദിനം കുതിക്കുന്നു. നമ്മുടെ മക്കൾ മദ്രസക്ക് വരുന്നത്, പോണ്, എല്ലാ മതക്കാരായ കുട്ടികൾ പുറത്തിറങ്ങണ്, പോകുന്നു, അല്ലേ? ഈ ഡ്രൈവർമാരെ വിശ്വസിച്ചിട്ടല്ലേ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടത്? ഒരു കിക്കിലേക്ക് പോയാൽ, ഒരു ഹാങ് ഓവറിലേക്ക് വഴുതി വീണ് കഴിഞ്ഞാൽ, അവരുടെ അകത്ത് കിടക്കണ മദ്യം തലച്ചോറിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ വളയം പിടിക്കുന്ന ആൾക്ക് അയാളെ തന്നെ നിയന്ത്രിക്കാൻ കഴിയില്ലെങ്കിൽ എങ്ങനെ അയാൾ വണ്ടിയെ നിയന്ത്രിക്കുക? അല്ലെങ്കിൽ നിങ്ങൾ നോക്ക്, നാട്ടികയിലെ ആ മേൽപ്പാലത്തിന്റെ മുകളിൽ കൃത്യമായ ബാരിക്കേഡുകൾ വെച്ചിട്ടുണ്ട്. ലൈറ്റിൽ റിഫ്ലക്ട് ചെയ്യുന്ന റിഫ്ലക്ടറുകൾ വെച്ചിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ആ വിശ്വാസത്തിന്റെ പുറത്ത് തന്നെയാണ് ആ നാടോടി കുടുംബം അവിടെ കിടന്നുറങ്ങുന്നത്. കാരണം ഇവിടെ കൃത്യമായ ബാരിക്കേഡുകൾ വെച്ചിട്ടുണ്ട്, ഇൻഡിക്കേഷൻ ബോർഡുകൾ, സൈൻ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ നിർഭയത്വത്തോടു കൂടെ കടന്നുറങ്ങാം. ആ കടന്നുറങ്ങുന്ന ഒരു വിഭാഗത്തിന്റെ തന്നെ അവസ്ഥകൾ. ആകാശമാണ് അവരുടെ മേൽക്കൂര, ഇതുപോലുള്ള ഒരു ടെറസല്ല. ഭൂമിയാണ് അവരുടെ മെത്ത, അവരുടെ പുതപ്പ്, വിരിപ്പ് ഭൂമിയാണ്. ഒന്നുമില്ലാത്ത, ഉടുതുടിക്ക് മറുതുണിയില്ലാത്തൊരു വിഭാഗം, അല്ലേ? അവരെയും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു അപകടത്തിന്റെ പശ്ചാത്തലം കേരളത്തിൽ ലക്ഷോപലക്ഷം തെരുവ് ജീവിതങ്ങളുണ്ട് എന്നുള്ള കാര്യം കൂടി പുറത്തു വരിക. നമ്മളൊക്കെ കിടന്നുറങ്ങുമ്പോൾ വീടില്ലാത്ത, ജീവിതത്തിന് യാതൊരു വകുപ്പില്ലാത്ത, ആരാൻ വലിച്ചെറിയുന്ന ഉച്ഛിഷ്ടങ്ങൾ പെറുക്കിയിട്ട് അത് ചാക്കിൽ ശേഖരിച്ചിട്ട് അത് എവിടെയെങ്കിലും കൊണ്ടുപോയി വിറ്റിട്ട് പശിയടക്കാൻ, വീട് വെക്കാനല്ല, ദൈനംദിനം ജീവിച്ചു പോകണമെങ്കിൽ എന്ത് ചെയ്യണം? അന്നം മുട്ടരുത്. ആ ഭക്ഷണം വാങ്ങാനുള്ള പൈസ ആയി കഴിഞ്ഞാല്, അന്ന് സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച് സന്ധ്യയായി ഇരുട്ട് പരന്നു കഴിഞ്ഞാല് ഒരു സ്ഥലം തെരഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ. നമ്മളൊന്ന് ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് നോക്കണ്ടി. അച്ഛനും അമ്മയും മക്കളും സ്ഥലം തെരഞ്ഞെടുക്കുക. അവ ചെറിയ 6 വയസ്സുള്ള കുഞ്ഞു മക്കള് കാണിച്ചു കൊടുക്കുക, അമ്മച്ചി നമുക്ക് ആ മരത്തിന്റെ ചുവട്ടിൽ ഉറങ്ങാം. അന്ന് അവരെ പാർക്കണ വീടാണത്. കോമ്പൗണ്ട് വാളില്ല, അലക്സ ഭരിക്കണില്ല, സിനി ഭരിക്കണില്ല, ഒന്നുമില്ല, ഒരു പ്രൊട്ടക്ഷനും ഇല്ല, അല്ലേ? അങ്ങനെ ജീവിക്കുന്ന ജീവിതങ്ങളുണ്ട് എന്നുള്ളൊരു സത്യം കൂടി അപ്പുറത്ത് വരികയാണ്. അപ്പം മദ്യം ദാരുണമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത് അൽ ഖംറു ഉമ്മുൽ ഖബാഇഫ്. മദ്യം സകല തിന്മകളുടെയും താക്കോലാണ്, മാതാവാണ്. എല്ലാ തെറ്റുകളുടെയും ഉമ്മയാണ് മദ്യം. അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒരുപാട് ഡിവോഴ്സ് വന്നു, ഒരുപാട് കുടുംബ പ്രശ്നങ്ങൾ വന്നു. ലഹരി അടിച്ചിട്ട് കിക്കായിട്ട് വീട്ടിലേക്ക് കയറി വരുന്ന പിതാവിനെ കൊണ്ട് പൊറുതിമുട്ടിയ മക്കൾ, എന്നിട്ട് ഉമ്മയും മക്കളും വേറെ നിലക്ക് ജീവിക്കാൻ, അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ആ മക്കളുടെ മുമ്പിൽ ആ പെണ്ണൊരു ഉമ്മയാണ്, പക്ഷേ ആ ഭർത്താവിന്റെ മുമ്പിൽ അവളുടെ പുരുഷനാണല്ലോ അയാള്, ആ പുരുഷന്റെ ഭാര്യയാണല്ലോ. അയാളിൽ നിന്ന് എന്തൊക്കെ അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യേണ്ടവളാണ് അവൾ. ആ പെണ്ണിന്റെ സ്വർഗം അസ്തമിക്കുകയാണ്, ആ പെണ്ണിന്റെ ജീവിതത്തിന്റെ വസന്തം തീരാണ്.
എന്നിട്ട് ഈ മക്കളെ ആലോചിച്ചിട്ട് ആ ഉമ്മ അങ്ങനെ ജീവിച്ചാണ്ട് പോവാൻ. അങ്ങനെ കുറേ കുടുംബ പരിപ്രേക്ഷ്യങ്ങൾ നമ്മൾ ദൈനംദിനം കാണാൻ. അപ്പൊ എല്ലാവരും പ്രതികരിച്ചിട്ടില്ലെങ്കിലുണ്ടല്ലോ ഇതിലൊക്കെ ഒരു പ്രബുദ്ധത. അത് പിന്നെ കഞ്ചാവ് കച്ചവടം നടത്തുന്നവര് നടത്തുക, പുല്ല് കച്ചവടം നടത്തുന്നവര് നടത്തുക, ഉപയോഗിക്കണവര് ഉപയോഗിക്കുക, അല്ലേ? ഞാനൊന്നും അറിയില്ല രാമനാരായണ കാലത്തെ വഞ്ചിച്ച നേതാവിൻ ധാരണ എന്ന് പഴയ ഒരു ചൊല്ലുണ്ട്. നമ്മളൊക്കെ ഓരോ കുടുംബനാഥന്റെയും ഉത്തരവാദിത്തം, ഓരോ കുടുംബനാഥന്റെയും ഉത്തരവാദിത്തമാണ് നമ്മൾ ഇതൊക്കെ വേണ്ട രീതിയിൽ എന്ത് ചെയ്യല്, നേരിടുക. അതിന് ആശാസ്യവും ആരോഗ്യകരവുമായ പ്രതിരോധ സംവിധാനങ്ങളെ കൊണ്ടുവരിക എന്നുള്ളത് നമ്മളെല്ലാവരുടെയും ദൗത്യമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഈ ജയിലിൽ പോണവർക്കും വരുന്നവർക്കും ഇതിൻ്റെ ഒന്നും വിഷയം ഉണ്ടാവില്ല. 17 വട്ടം ജയിലിൽ പല പ്രശ്നങ്ങളിൽ ജയിലിൽ കിടക്കേണ്ടി വന്നൊരു ജയിൽ പുള്ളിയുടെ കഥ മുമ്പൊരു മാധ്യമ പത്രം എഴുതിയിരുന്നു. എന്താ ഇതിന് പറയുന്നത്? വീണ്ടും അയാൾ 18ാമത്തെ പ്രാവശ്യവും ജയിലിലേക്ക് പോകേണ്ടി വരികയാണ്. എന്തായിരുന്നു കേസ്? ആ 17ാമത്തെ കേസും കഴിഞ്ഞിട്ട് ജാമ്യത്തിൽ ഇറങ്ങുമ്പോൾ ജയിൽ വാർഡനെ പോക്കറ്റ് അടിച്ചു എന്നുള്ളതായിരുന്നു കേസ്. എന്ന് പറഞ്ഞാല് ഇത് കട്ടൻ ചായ കുടിക്കുന്ന ലാഘവത്തോടെ കൈകാര്യം ചെയ്യും. മോഷണ കുറ്റത്തിൽ പ്രതിസ്ഥാനത്ത് നിർത്തപ്പെട്ട ആൾക്കാർക്ക് ആദ്യത്തെ സംഭവമേ ഗൗരവമുള്ളൂ. കുടുംബത്തിന്റെ മാനഹാനിയും ബാക്കി കാര്യങ്ങളൊക്കെ ആദ്യത്തെ കേസോട് കൂടെ തീർന്നു. രണ്ടാമത് അവർ പ്രതിസ്ഥാനത്ത് വന്നാല് നാടിനെ സംസാരിക്കാൻ തുടങ്ങിയില്ലേ, ഓനെ വിട്ടേക്ക് എന്നുള്ള വിവരം ഓൻ്റെ അടുത്തും കൂടി എത്തിയുണ്ടല്ലോ. പിന്നെ അവന് എല്ലാ സ്വാതന്ത്ര്യവും കിട്ടി എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ്, അവൻ സർട്ടിഫൈഡ് ആയി. പിന്നെ അവനാ ലോകത്താ. അവനെ തിരിച്ചു കൊണ്ടുവരാൻ സംവിധാനമില്ല, അവനെ അഡ്വൈസ് ചെയ്യാൻ സംവിധാനമില്ല, അവനാ ലോകത്താൻ. അങ്ങനെ ആ ലോകം വിശാലാവുക. ജയിലിൽ പോയിട്ട് പ്രതികൾ തമ്മിൽ കണക്ട് ആവുക. ചെങ്കുവട്ടിയിൽ ഒരു മോഷണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുണ്ടായി. ഒന്നൊരു കണ്ണൂരുകാരനാണ്, ഒന്നൊരു തിരൂരുകാരനാണ്. എങ്ങനെ കണ്ണൂരുകാരനും തിരൂരുകാരനും ചെങ്കുവട്ടിയിലെ ദീർഘദൂര വോൾവോ ബസിന്റെ ഉള്ളിൽ കയറിയിട്ട് പോക്കറ്റ് അടിച്ചത് എന്നുള്ളതിന്റെ വാർത്തയുടെ ചുരുള് കഴിയുമ്പോൾ ഈ കണ്ണൂരുകാരനും തിരൂരുകാരനും മുമ്പ് സെൻട്രൽ ജയിലിൽ ഒരുമിച്ചായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അപ്പൊ അവിടുത്തെ കോൺസ്പിറസിയുടെ റിസൾട്ടാണ് പിന്നെ ചെങ്കുവട്ടിയിലെ ഈ പോക്കറ്റ് അടി. നോക്കൂ നിങ്ങൾ, എത്ര വൃത്തിയായിട്ടാണ് ഈ സംവിധാനങ്ങളൊക്കെ അവർ കൊണ്ടുപോകുന്നത്, അല്ലേ? അപ്പൊ ഒരു വലിയൊരു ഒരു അണ്ടർവേൾഡ്, നമ്മൾ അധോലോകം എന്ന് പറയാറില്ലേ, എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ജീവിക്കുന്ന ലോകത്തിന്റെ അപ്പുറത്ത് ഒരു ഗ്രൗണ്ട് ഫ്ലോർ, ഒരു അസ്ഥിത്തറയുടെ അപ്പുറത്ത് ഒരു ബേസ്മെന്റ് ഉണ്ട്. ആ ബേസ്മെന്റിന്റെ അടിയിൽ ഒരു ജീവിതമുണ്ട്. അത് നിഗൂഢമാണ്. അതാണ് അണ്ടർവേൾഡ്. അത് നിഗൂഢമാണ്. ആ നിഗൂഢതകളെ ഒരു കുടുംബത്തിൽ നിന്ന് നീക്കി തുടച്ചിട്ടില്ലെങ്കിൽ എന്നുണ്ടാകും ആ അസ്വസ്ഥത. അപ്പൊ നോക്ക് നിങ്ങൾ, ഇന്ന് കുടുംബത്തിൽ വേറൊരു പ്രശ്നം നിങ്ങൾ കേട്ടില്ലേ, ഗ്രേ ഡിവോഴ്സ്, സിൽവർ ഡിവോഴ്സ്. വാട്ട് യു മീൻ ബൈ ഗ്രേ ഡിവോഴ്സ്? നമ്മളെ മുടി ഗ്രേ ആകുന്ന സമയത്ത് ആ പ്രായത്തിൽ നടക്കുന്ന ഡിവോഴ്സ്, അല്ലെങ്കിൽ തലമുടിയൊക്കെ ഒന്ന് നിരക്കുന്ന സമയത്ത് നടക്കുന്ന ഡിവോഴ്സ്, സിൽവർ ഡിവോഴ്സ്. ഇതൊന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സംഗീത സംവിധായകൻ AR റഹ്മാന്റെ ഡിവോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തയുടെ പുറത്താണ് മനഃശാസ്ത്രരായ കുറച്ച് ആൾക്കാർ ഈ ഡിവോഴ്സായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിശദീകരണങ്ങൾ തന്നത്. അവരായിട്ട് ബന്ധപ്പെട്ടിട്ടല്ലേ ഞാൻ അവരവിടെ ഉദാഹരണം പറയാൻ കാരണം, അവരുടെ ഈ ഡിവോഴ്സിന്റെ വാർത്തയുടെ പുറത്താണ് ഈ ഗ്രേ ഡിവോഴ്സും സിൽവർ ഡിവോഴ്സും രാജ്യത്ത് ചർച്ച ചെയ്യപ്പെട്ടത്. അതിന്റെ പശ്ചാത്തലത്തിൽ പഠനം നടത്തിയപ്പോൾ 40 പിന്നിട്ട ആളുകളൊക്കെ തന്നെ ഇന്ന് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ സ്വരച്ചേർച്ച നഷ്ടപ്പെട്ടിട്ട് 2 ധ്രുവത്തിലേക്ക് രണ്ടാളും പോവാൻ. എന്താ? മക്കളായിട്ട് രണ്ടാളും കളിക്കണ സമയം കഴിഞ്ഞു, അവരുടെ മക്കളുടെ ചൈൽഡ്ഹുഡും കഴിഞ്ഞു, ബാല്യവും കഴിഞ്ഞു. മറ്റേത് രണ്ടാളും മക്കള് എന്നുള്ള ഒരു ഇതിൽ കണക്റ്റഡാണ്. അങ്ങനെ മക്കളെ പാടായി, അവരൊക്കെ വിദ്യാഭ്യാസവും മറ്റു കാര്യങ്ങളൊക്കെ ആയി, അവർ പിന്നെ പഠനം പൂർത്തിയാക്കി, അവരുടെ റെസ്യൂം, അവരുടെ കരിക്കുലം ബിറ്റൊക്കെ ക്ലിയർ ആക്കി, അവരുടെ എവിടെയെങ്കിലുമൊക്കെ ജോബ് ആയി, അവരെന്തെങ്കിലുമൊക്കെ ഇൻകം റവന്യൂ ജനറേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെയാണ് ബോണ്ട് ഉണ്ടാകേണ്ടത് എന്നാണ്. അതുണ്ട്, മാഷാ അല്ലാഹ്, അതുണ്ട്. അപ്പൊ ഒരു ബോണ്ട് ഉണ്ട് എന്നാണ്. ശരിക്കും ദാമ്പത്യത്തിന്റെ ഏറ്റവും വലിയ നമ്മുടെ ഹണിമൂൺ പീരീഡ് കഴിഞ്ഞാൽ ദാമ്പത്യത്തിന്റെ വസന്തം, അതിൻ്റെ ആ ഒരു സ്പ്രിംഗ് തിരിച്ചു വരുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ മക്കളെ ലോകത്തേക്ക് എത്തിച്ചേരുമ്പോണ്ട് പിന്നെ ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ വീണ്ടും ഒരു ഇന്റിമസി വർദ്ധിക്കാനാണ്. അത് 40-ന്റെ 45-ന്റെ 50-ന്റെ ഒക്കെ ശേഷമാണ്. കുറച്ചുകൂടി കഴിഞ്ഞ് മക്കളെ കല്യാണമൊക്കെ ആയി, അവർ വേറെ വീടും കാര്യങ്ങളും ആയി, ഇവരൊരു 60-ലേക്കൊക്കെ എത്തിച്ചേരുമ്പോൾ വീണ്ടും ഒരു ഹണിമൂൺ അവർക്ക് തിരിച്ചു വരാണ്ട് എന്നാണ്. ഇതിനൊക്കെ ഉത്തരവാദിത്തത്തോടെ ആരോഗ്യത്തോടു കൂടെ യൂസ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് ഒരു കുടുംബത്തിൽ പിറന്ന ആണിനും പെണ്ണിനും അള്ളാഹ് കൊടുക്കണ തൗഫീഖാണ്. അതില്ലെങ്കിലും അതിന്റെ അപകടം ഒന്ന് ചിന്തിച്ചു നോക്കുക. അതില്ലാതെ പോവാൻ ഞാൻ ഈ പറഞ്ഞ ഗ്രേ ഡിവോഴ്സ്, സിൽവർ ഡിവോഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ അതില്ലാത്തൊരു സംവിധാനമാണ്. അപ്പൊ എടുക്കുക, പിന്നെ കുടുംബം എത്തുക, രണ്ടാള് ബൈക്ക് നല്ല ഇൽക്കാണല്ലോ ഇപ്പൊ പിരീഡത്. വലിയ കച്ചറയും കുൽമാലും ഒന്നും ഇല്ലല്ലോ ഇപ്പൊ. അയാൾ നിങ്ങൾ കുറ്റം പറയണ്ടെന്ന് അവള് പറയാ, അവളെ നിങ്ങൾ കുറ്റം പറയണ്ടെന്ന് അയാൾ പറയാ. അപ്പൊ എന്താ, രണ്ടാൾക്കും അവരവരുടെ ലോകം ഉണ്ട് എന്നുള്ളത് രണ്ടാളും കൺവിൻസ്ഡ് ആവുക.
അങ്ങനെ ആ ലോകത്തേക്ക് അവരവർ പോവുക. എത്ര അപകടം! അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, ഈമാൻ ഉണ്ടെങ്കിലേ ഇതൊക്കെ നിലനിർത്താൻ കഴിയുള്ളൂ. ഈമാനുള്ളവരോടാണ് വർത്താനം. നബി തങ്ങൾ അന്നും പ്രയോഗിച്ച അങ്ങനെയാണ്. ഇതൊക്കെ ഈമാനുള്ളവരോടാണ്. നമ്മളിപ്പോൾ ഈ പള്ളിയിൽ പറയുമ്പോൾ നമ്മളൊരു കോൺഫിഡൻറ്റ് എന്താണ്, അത് അതേ സ്പിരിറ്റിൽ, അതേ വികാരത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു ശ്രോതാക്കളാണ് ഈ പള്ളിയിൽ ഇരിക്കുന്നത് എന്ന ആത്മധൈര്യത്തിന്റെ പുറത്താണ് ഞാനിത് പറയുന്നത്. കാരണം എന്താണ്, ആ ഒരു ആത്മധൈര്യം ഈ മഹല്ല് സംവിധാനത്തിൽ എൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ എനിക്കുണ്ട് എന്ന് എൻ്റെ ജനത എന്നെ ബോധ്യപ്പെടുത്തിയ ബോധ്യത്തിന്റെ പുറത്താണ് ഞാനിത് പറയുന്നത്. അങ്ങനെയാണല്ലോ. അല്ലാത്തൊരു സംവിധാനം വരുമ്പോൾ പിന്നെ ഇസ്ലാം പറഞ്ഞ എന്താ, മനസ്സുകൊണ്ട്, കൽബുണ്ട്, അല്ലേ? അങ്ങനെ മൻ റആ മിൻകും മുൻകറ ഫൽയുഗയ്യിറുഹു ബിയദിഹി വബിലിസാനിഹി വബിഖൽബിഹി. യദിന്റെ കാലം കഴിഞ്ഞല്ലോ, കൈകൊണ്ട്. അങ്ങനെയാണ് കാര്യങ്ങൾ, സംവിധാനങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നിങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അന്ത്യനാളിൽ ഈ ലോകം ഇവിടെ അവസാനിക്കും, എന്നും ഇങ്ങനെ പോകൂല, ഖിയാമത്ത് നാൾ വരും എന്നും വിശ്വസിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരോടാണ് മുഹമ്മദ് പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വിശ്വാസമില്ലാത്തവരോട് മുഹമ്മദിന് സംസാരമില്ല എന്നാണല്ലോ ഈ വാക്കിന്റെ താല്പര്യം. അല്ലാഹുവിന്റെ റസൂൽ എന്നിട്ട് പറഞ്ഞു പോയി, ഇങ്ങനെ വിശ്വസിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അയാളോട് എനിക്ക് പറയാനുള്ളത്, അദ്ദേഹത്തിന്റെ കുടുംബ ബന്ധത്തെ ചേർത്തിക്കൊള്ളട്ടെ. അന്ത്യനാളിലും അല്ലാഹുവിൽ വിശ്വാസം ഉണ്ടോ? എന്നാൽ ഫല്യസിൽ റഹിമഹു, അവരോടാണ് വർത്താനം, കുടുംബ ബന്ധം ചേർക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഉണ്ട്. ജാഅ റജുലുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ കയറി വരാൻ. ഖാല, എന്നിട്ട് ഈ മനുഷ്യൻ പറയാണ്, അപ്പൊ സഹാബികളൊക്കെ ഈ രംഗം കാണാണ്. ഒരാൾ ഇങ്ങനെയാണ്ട് കയറി വന്ന് റസൂലുള്ളാഹിന്റെ കൈ പിടിക്കണേ, വിജയിക്കാനുള്ള മാർഗങ്ങൾ ഈ മനുഷ്യൻ ചോദിക്കണേ. അപ്പൊ ചോദ്യകർത്താവിന്റെ ചോദ്യങ്ങളിലേക്ക് കൂടെ ദൃസാക്ഷികളായ ആളുകളൊക്കെ തന്നെ ശ്രദ്ധ കൂർപ്പിച്ച് കാത് കൊടുത്തിട്ട് കാത്തിരിക്കുന്നു. എന്താ അദ്ദേഹം പറഞ്ഞത്? യാ റസൂലല്ലാഹ്, പുണ്യ നബിയേ, ഈ കയറി വന്ന മനുഷ്യൻ അങ്ങയോട് പറയാനുള്ളത്, ദുല്ലനി, ഒരു കാര്യം എനിക്ക് അറിയിച്ചു തരുമോ നബിയേ, അലാ അമലിൻ യുദ്നീനി മിനൽ ജന്ന വയുബാഇദുനി മിനൻ നാർ, സ്വർഗത്തിലേക്ക് എന്നെ അടുപ്പിക്കുന്ന, നരകത്തിൽ നിന്ന് എന്നെ ദൂരത്താക്കുന്ന ഒരു വിജയമന്ത്രം എനിക്ക് പറഞ്ഞു തരൂ നബിയേ. അതറിയാനാണ് ഞാൻ മദീനയിലെ പള്ളിയിലേക്ക് കയറി വന്നത്. യാ റസൂലല്ലാഹ്, നബിതങ്ങൾ ഈ മനുഷ്യന് പറഞ്ഞു കൊടുക്കാൻ. കാരണം എന്താ, സാഹസപ്പെട്ടിട്ട് നന്നാകണമെന്ന് തീരുമാനിച്ചൊരു മനുഷ്യനാണ് ഈ കയറി വന്നത്. അയാളെ മുടക്കി പറഞ്ഞേക്കാൻ പറ്റില്ല. വിവേക്ക് സ്വർഗത്തിൽ എത്തണം, നരകത്തുനിന്ന് ദൂരെ ആവണം. അതിന് ഞാൻ ഇവിടെ ചെയ്യേണ്ട ഈ പണിയെടുക്കേണ്ട കൃഷിയുടെ ഉണ്ടല്ലോ, ഈ ലോകത്ത് ഞാൻ ചെയ്യേണ്ട പണി എന്താന്ന് പറഞ്ഞു തരൂ നബിയെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒന്നാമത്തത് അല്ലാ തുശ്രിക ബില്ലാഹ്, അല്ലാഹുക്ക് ശിർക്ക് വെക്കാൻ പാടില്ല. ഇലാഹു ഒന്നേ ഉള്ളൂ, ലാ ഇലാഹ, ദൈവം ഇല്ല, ഇല്ലല്ലാഹ്, അല്ലാഹ്. അപ്പൊ ഇലാഹു ഒന്നേ ഉള്ളൂ, അള്ളാഹുവിന് പങ്കാളിയില്ല, അള്ളാഹുവിന് ശരീക്കില്ല, അള്ളാഹുവിന് കൂട്ടുകാരില്ല. അതുകൊണ്ട് അല്ലാ തുശ്രിക ബില്ലാഹ്, നീ ശിർക്ക് വെക്കാൻ പാടില്ല. രണ്ടാമത്തെ കാര്യോ, നിസ്കാരങ്ങൾ കൃത്യമായി പിന്നെ നീ നിർവഹിക്കലാണ് സഹോദര. മൂന്നാമത്തത് എന്താണ്? നിന്റെ സ്വത്തിന്റെ വാർഷിക വരുമാനത്തിന്റെ 2.5% അവകാശികളുടെ പോക്കറ്റിലേക്ക് നീ തന്നെ എത്തിക്കലാണ്. നാലാമത്തത് റസൂലുള്ള പറഞ്ഞു കൊടുത്തത്, നിന്റെ കുടുംബ ബന്ധത്തെ നീ ചേർക്കലുമാണ്. അപ്പൊ കുടുംബ ബന്ധം ചേർക്കല് സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യമാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോ ഈ സിസ്റ്റത്തെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ഈ കുടുംബ ബന്ധം എന്ന് പറഞ്ഞാൽ ഇരുമ്പ് കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു മെഷീനാണ്. ബുദ്ധിജീവികളൊക്കെ അങ്ങനെ പറഞ്ഞതിനാണ്. ഇരുമ്പോണ്ട് നിർമ്മിക്കപ്പെട്ട മെഷീന്റെ പ്രത്യേകത എന്താ? അതിന് എപ്പോഴൊക്കെ നിങ്ങൾ ഓയിലും ഗ്രീസും കൊടുക്കണോ അത് ഒച്ചല്ലാതെ മുന്നോട്ട് പോകുന്നതാണ്. ഓയിൽ കൊടുക്കാതിരുന്നു, ഗ്രീസ് കൊടുക്കാതിരുന്നു. അപ്പൊ എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് വർക്ക് ചെയ്യുമ്പോൾ പല ശബ്ദങ്ങളും ഓർന്നു വരുന്നതാണ്. ഈ എവിടെയും ഇതുവരെ അതൊരു ശബ്ദമാണ്, ഈ എവിടെയും ഇതുവരെ എന്നുള്ളത് ഒരു ശബ്ദമാണ്. അത് ഈ ഗ്രീസ് കൊടുക്കാത്തതിന്റെ കുഴപ്പമാണ്, ഓയിൽ കൊടുക്കാത്തതിന്റെ കുഴപ്പമാണ്. നമ്മൾ പറയില്ല എണ്ണ ഇട്ട യന്ത്രം പോലെ. എന്താ, യന്ത്രത്തിന് ആകെ വേണ്ടത് എണ്ണയാണ്. അപ്പൊ എണ്ണയിലിട്ട് കഴിഞ്ഞാൽ അതിന്റെ പ്രവർത്തനം സ്മൂത്താകും. ആ യന്ത്രം പിന്നെ ഒച്ചപ്പാട് കൊണ്ട് നമ്മളെ ശല്യപ്പെടുത്തൂല, അത് മനോഹരമായിട്ട് വർക്ക് ചെയ്യും.
മാത്രമല്ല അതിൻ്റെ സ്ക്രൂ സിസ്റ്റങ്ങൾക്ക് ഒരിക്കലും തേയ്മാനം വരില്ല. കാരണം അത് തമ്മിൽ വരുത്തിയിട്ട് ഉള്ളൊരു പ്രശ്നം വരില്ല. ഈ വരുത്തുമ്പോഴാണ് ശബ്ദങ്ങൾ വരിക, അല്ലേ? അപ്പൊ ഇതിൽ ഒരുപാട് അർത്ഥമുണ്ട് എന്നാണ്. ഈ ഊഷ്മളത പറഞ്ഞാൽ അത് ചൂടോടെ ലൈവായിട്ട് നിലനിർത്താനുള്ള കുറെ പൊടിക്കൈകളിൽ നമ്മളെ പഠിപ്പിച്ചത്, പിന്നെ പണ്ഡിതന്മാർ പഠിപ്പിച്ചത് അതിനെപ്പോഴും ഗ്രീസും എണ്ണയിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുതന്നെയാണ് ഈ സിലത്തുർ റഹ്മ എന്ന് പറയേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് വിരുന്നു പോവുക, കൂടിയാടുക, ആതിഥ്യ മര്യാദ നമ്മൾ സ്വീകരിക്കുക, നമ്മൾ കൊടുക്കുക. ഈ റിയാഫത്ത്, ഈ ഹോസ്പിറ്റാലിറ്റി ഒക്കെ ഉണ്ടല്ലോ, അത് വലിയൊരു ഘടകമാണ്. പിന്നെ ഒത്തുകൂടുക എന്നുള്ളത് അതിൽ വലിയൊരു കാര്യമാണ്. ഒത്തുകൂടുക, ഒരു ഗ്യാതറിങ്, ഇടയ്ക്കിടയ്ക്ക് ഒരു ഗെറ്റ് ടുഗെദർ കുടുംബാടിസ്ഥാനത്തിൽ നമ്മൾ നടത്തുക. ഇന്നിപ്പോൾ ഒത്തുകൂടലിന് വലിയ കുടുംബ സംഗമങ്ങൾക്കൊക്കെ വലിയ പ്രസക്തി കൂടാൻ കാരണം എന്താ? നമ്മൾ സംഗമം നടത്തേണ്ടോടത്ത് എത്തിയത് എന്നുള്ളൊരു സന്ദേശം കൂടിയാണത്, അല്ലേ? നമ്മൾ ബന്ധം പോയി ഇപ്പം എന്ത് ചെയ്തത്? സംഗമം നടത്തേണ്ടോടത്ത് എത്തിയത് എന്നുള്ളൊരു സംവിധാനം. എന്നിട്ടും പുതിയ കാലഘട്ടത്തിൽ അതിന് മുന്നോട്ട് വരുന്നവർ ശ്ലാഘിക്കപ്പെടേണ്ടവരാണ്. നല്ല സേവനമാണ് അവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സമ്മാനം കൈമാറുക, ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ആ കുടുംബത്തിലെ അധസ്ഥിതരെ, അവശരെ, അശരണരെ, അഗതികളെ, അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ നമ്മൾ ശരിക്ക് സ്ക്രീനിങ് നടത്തിയിട്ട് അവരെ മോണിറ്റർ ചെയ്യാം. അവരെ തെരഞ്ഞു പിടിച്ചിട്ട് അവർക്ക് വേണ്ട ഹെൽപ്പുകളൊക്കെ കൊടുക്കുക. ഈ ഹെൽപ്പ് കുടുംബത്തിൽ കൊടുക്കുമ്പോൾ രണ്ടുണ്ട് പുണ്യം എന്നാണ്, ഇരട്ടിയാണ് മധുരം. തങ്ങൾ പറഞ്ഞു, നിങ്ങളൊരു മിസ്കീനായ മനുഷ്യന് സ്വതക്ക കൊടുക്കുകയാണെങ്കിൽ അത് ഒരു സ്വതക്കയാണ്. എന്നാൽ നിങ്ങളെ കുടുംബത്തിൽ പെട്ടൊരു പാപത്തിനാണ് നിങ്ങളത് കൊടുക്കണമെങ്കിലോ സ്വതഖത്തുൻ വസിലത്തുൻ, അത് സ്വതക്കയാണ്. കുടുംബ ബന്ധത്തിലെ ഈ ഗ്രീസ്ഡൽ പ്രോസസ്സുമാണ്. രണ്ട് പുണ്യം കിട്ടിയില്ല. അള്ളാഹു നമ്മളൊക്കെ നല്ല ബോധമുള്ള മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കുടുംബ ബന്ധങ്ങളെയൊക്കെ ആരോഗ്യകരമാക്കി തരട്ടെ. നമ്മുടെ മക്കള് മാതൃകയുള്ള ഉമ്മയും പാപ്പിയാണ് എൻ്റെ ഉമ്മയും പാപ്പിയും എന്ന് പറയുന്നൊരു ദാമ്പത്യം അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ. നമ്മുടെ ദാമ്പത്യങ്ങളിൽ പിശാച് ജയിക്കാതിരിക്കട്ടെ. അള്ളാഹുവേ, ഈ പരിശുദ്ധമായിരിക്കുന്ന മുഹൂർത്തത്തിൻ്റെ ഹക്ക് കൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ അള്ളാഹ്. ഞങ്ങൾക്ക് പഠിച്ചവനെ ഇങ്ങനെയൊക്കെയാണ് നിന്നോട് പറയാൻ കഴിയുന്നത്. അള്ളാഹുവേ, ഞങ്ങൾക്കുള്ള അവസരങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഞങ്ങളുടെ കയ്യിൽ വേറെ ഒന്നുമില്ല റബ്ബേ. ഞങ്ങൾക്ക് അവസരങ്ങൾ കുറഞ്ഞു പോയി, പണ്ടത്തെ കാലത്തെ പോലെയല്ല. സാധുക്കളായി ഞങ്ങളെ നീ കണ്ടറിയണേ അള്ളാഹ്. അള്ളാഹുവേ, ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ മക്കള്, ഞങ്ങളുടെ ഭാര്യാസന്താനങ്ങൾ എല്ലാവരും ഈ കണ്ണുമഞ്ഞളിക്കുന്ന കാലത്ത് നിന്റെ നിയന്ത്രണത്തിൽ ജീവിക്കണേ അള്ളാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളെ കൊട്ടപ്പുറം തറവാട് പള്ളിയാണ്, ജുമാ മസ്ജിദ്. നമ്മുടെ അയൽപ്പക്കത്തെ പള്ളിയാണ്. ഒരു കാലത്ത് നമ്മുടെയൊക്കെ കാരണവന്മാർ പോയി കിടന്ന സ്ഥലമാണ്. ഇന്നും കോട്ടപ്പുറം മഹലിനും വളാഞ്ചേരി മഹലിനൊക്കെ അഭേദ്യമായ ബന്ധമുണ്ട്. ഇൻഷാ അല്ലാഹ് ആ പള്ളി അതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞ് നമ്മുടെയും ആ മഹലിൻ്റെയും ഒക്കെ ഖാദിയായ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ അവരുടെ കാർമ്മികത്വത്തിൽ വിശ്വാസികൾക്ക് തുറന്നു കൊടുക്കുകയാണ് ഈ വരുന്ന 5-ാം തീയതി, അടുത്ത വ്യാഴാഴ്ച. അതുകൊണ്ട് എല്ലാവരും ആ പരിപാടി വിജയിപ്പിക്കണം. അത് നമ്മുടെ ഒരു പരിശുദ്ധമായിരിക്കുന്ന ഒരു ഗേഹമാണ്, നമ്മുടെ ഒരു തറവാട് ആസ്ഥാനം കൂടിയാണ്. എല്ലാവരും പ്രസ്തുത പരിപാടി വിജയിപ്പിക്കണം. 5, 6, 7 തീയതികളിൽ അതുമായി ബന്ധപ്പെട്ട പ്രഭാഷണ പരിപാടികൾ നടക്കുന്നുണ്ട്. അതോടുകൂടെ തന്നെ 30-ാം തീയതി, പിന്നെ ഡിസംബർ 1, 2 ശനി, ഞായർ, തിങ്കൾ കൂടിയ ദിവസങ്ങളിൽ നമ്മുടെ സഹോദരിമാർക്ക്, സ്ത്രീകൾക്ക് പള്ളി സന്ദർശിക്കുവാനുള്ള അവസരവും അതിൻ്റെ അതോറിറ്റി ലഭ്യമാക്കിയിട്ടുണ്ട്. എല്ലാവരും ആ പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സഹായ സഹകരണങ്ങൾ ഉറപ്പുവരുത്തുക. സാന്നിധ്യം കൊണ്ട് ആ പരിപാടി വിജയിപ്പിക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കും സഹായം നൽകിയവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഷർഫുന്നീസ എന്ന സഹോദരി ലിവർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയാകാൻ പോവാണ്. അള്ളാഹു ആ സഹോദരിയുടെ അസുഖത്തെ ഭേദമാക്കി കൊടുക്കട്ടെ. കാര്യങ്ങൾ അള്ളാഹു വിജയിപ്പിച്ചു കൊടുക്കട്ടെ. നിഷാദി എന്ന ചെറുപ്പക്കാരൻ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് പോവാണ്. ഈ വരുന്ന ബുധനാഴ്ച അള്ളാഹുവെ നീ അത് വിജയിപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ. ആ സഹോദരന് ആയുരാരോഗ്യം തിരിച്ചു കൊടുക്കണേ തമ്പുരാനെ. നമ്മുടെ AC യുടെ കാര്യം പറഞ്ഞിരുന്നു. നമ്മുടെ ഈ പള്ളിയുടെ മെയിൻ ഹാളിൻ്റെ അകത്ത് AC വെക്കുന്ന വിഷയം പറഞ്ഞിരുന്നു. കഴിഞ്ഞ ജുമ കഴിഞ്ഞ ഉടനെ തന്നെ ബഹുമാന്യനായ അത്തിപ്പറ്റയിലെ നമ്മുടെ ഉണ്ണിൻകുട്ടി ഉസ്താദ് എപ്പോഴും ഇവിടെ മരണം വരെ ആ മനുഷ്യൻ ഇവിടെയായിരുന്നു ജുമാക്ക് ഉണ്ടായിരുന്നത്. ആ മനുഷ്യൻ ഇവിടെ പറഞ്ഞു അള്ളാഹു മൗഫറത്ത് കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ മരുവൻ ആ സദസ്സിലുണ്ടായിരുന്നു. അദ്ദേഹം 1 ടൺ AC ആ കുടുംബത്തിൻ്റെ വക ഏറ്റെടുത്തിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. 1 ടൺ AC യിലേക്കുള്ള 40,000 രൂപ നമ്മുടെ മഹലിലെ ഒരു
അനുഭാവി 40,000 രൂപ ഇന്ന് റൂമിലേക്ക് കൊണ്ടുവന്ന് തന്ന് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവേ നീ കബൂലാക്കണേ തമ്പുരാനെ. നമ്മുടെ ഒരു വ്യാപാരി, ഒരു കച്ചവടക്കാരൻ 10,000 രൂപ ആ ഇനത്തിലേക്ക് ഏറ്റെടുത്തിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അങ്ങനെ എല്ലാവരും ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് വളരെ പെട്ടെന്ന് കാര്യം നടപ്പിലാക്കണമെങ്കിൽ എല്ലാവരുടെ ഭാഗത്തുനിന്നും ആ ഫണ്ട് ഒന്ന് ആ ഒരു നിയത്തിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ കൊടുക്കണമെന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുക കൂടി ചെയ്യാണ്. അള്ളാഹു എല്ലാവരിൽ നിന്നും സ്വീകരിക്കട്ടെ. ഒരു അനുഭാവി ഒരു ചാക്ക് അരി നമ്മുടെ ദർസിലേക്ക് മുറാദ് ഹാസിലാവാൻ അള്ളാഹു നീ ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനെ. അതുപോലെ തന്നെ നമ്മുടെ ഹലാലായ മുറാദ് ഹാസിലാകാൻ വേണ്ടി ഒരു മൊബൈൽ ഷോപ്പിലെ ഒരു സഹോദരൻ 3,000 രൂപ നമ്മുടെ ദർസിലേക്ക് സംഭാവന ചെയ്തിരിക്കുകയാണ്. പഠിച്ചോനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനെ. ഒരു സഹോദരി അവര് പ്രസവിച്ചു, പക്ഷേ കുഞ്ഞിന് കയ്യിന്റെ ഞരമ്പിന് ചെറിയ ബുദ്ധിമുട്ട്, സ്വാധീനക്കുറവ് എന്തുണ്ട്. അള്ളാഹുവേ ഈ മഹലായ മജ്ലിസിന്റെ ഹക്ക് കൊണ്ട് എത്രയും പെട്ടെന്ന് ആ ബുദ്ധിമുട്ടിനെ ദൂരീകരിച്ചു കൊടുക്കണേ തമ്പുരാനെ. ആജിലായ ശിഫാവും ആഫിയത്തും ആ കുട്ടിക്ക് നീ തിരിച്ചു കൊടുക്കണേ തമ്പുരാനെ. അതുപോലെ തന്നെ നീറ്റ് എൻട്രൻസ് എക്സാമിൽ നല്ല നിലയിൽ പാസ്സായ ഒരു കുട്ടിയുടെ രക്ഷിതാവ് മെഡിക്കൽ മേഖലയിലേക്ക് ആ കുട്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. നല്ല രീതിയിൽ ആ കുട്ടിയുടെ സംസ്കാരങ്ങളൊന്നും മാറിപ്പോവാതെ പഠിക്കാൻ പറ്റുന്ന ഒരു ആംബിയൻസ് ഉള്ള ഒരു സ്ഥലം കിട്ടണം. എൻ്റെ കുട്ടിയായിട്ട് തന്നെ തിരിച്ചു വരണം. ഏതൊരു പിതാവിനും രക്ഷിതാവിനുള്ള മാതാവിനൊക്കെ ഉള്ള ഒരു ആശങ്കയും പ്രതീക്ഷയൊക്കെയാണ് ഇത്തരം കാര്യങ്ങൾ. ആ ഇനത്തിൽ 20,000 രൂപ നമ്മുടെ പള്ളി ദർസിന്റെ 10 ചാക്ക് അരി വാങ്ങാനുള്ള ഇനത്തിലേക്ക് അദ്ദേഹം നൽകി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടാണ്. അള്ളാഹുവേ ആ കുഞ്ഞിനെ നീ ഖുർറത്ത് അഴിയുനാക്കി മാറ്റണേ അല്ലാഹ്. അവരെ മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനെ. പാലാറ കുട്ടിയാക്ക എന്ന് പറയുന്ന നമ്മുടെ മുൻ മുത്തവല്ലിയായിരുന്ന അംസാജിന്റെ വാപ്പ, ആ മനുഷ്യനെ ഞാനൊന്നും കണ്ടിട്ടില്ല, പക്ഷെ ഒരുപാട് കേട്ടിട്ടുണ്ട് കുട്ടിയാക്കാനെ. നമ്മളെ കുട്ടിയാക്ക എന്ന് പറയുന്ന മനുഷ്യനാണ് ഈ ദർസിന് ആവശ്യമായ പീഡിയ റൂമുകളിൽ നല്ലൊരു ഭാഗത്തെയും വഖഫ് ചെയ്തു പോയത്. ആ മനുഷ്യനൊക്കെ ഇന്ന് ഖബറിൽ കിടക്കുകയാണ്. അല്ലാഹുവേ കഴിഞ്ഞ ആഴ്ച അദ്ദേഹത്തിന്റെ ആണ്ടായിരുന്നു, നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്. മിസ്ലു സവാബ് ആ 6 അടി മണ്ണിലേക്ക് എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഹാഫിളായ ഒരു മുതഅല്ലിം ഇന്നലെ നടന്ന ഒരു ആക്സിഡന്റിൽ വളരെ സീരിയസ് ആയിട്ട് കിടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മറ്റന്നാൾ ഹിഫ്ള് പൂർത്തിയാക്കിയതിന്റെ സനദ് വാങ്ങേണ്ട കുട്ടിയാണ്. വളരെ അത്യാസന്ന നിലയിലാണ് എന്നാണ് വിവരം കിട്ടിയത്. പടച്ചോനെ അള്ളാഹുവേ നിന്റെ കയ്യിലാണ് എല്ലാ കാര്യങ്ങളും കിടക്കുന്നത്. നീ ഖൈറ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ആ കുടുംബത്തിന് സമാധാനം കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹു അത്തരം അത്യാഹിതങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബ അംഗങ്ങളെയും നീ കാത്തുരക്ഷിക്കണേ അള്ളാഹ്. എല്ലാ ജനതയും നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. 1 ടണ്ണിന് ഒരു സഹോദരൻ സംഭാവന ചെയ്തത് നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ കാര്യത്തിൽ ദുആ ചെയ്യാൻ, ടെസ്റ്റ് ചെയ്യിക്കാൻ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവേ അനുകൂലമായ വിധി നീ കൊടുക്കണേ തമ്പുരാനെ. ആഫിയത്ത് കൊടുക്കണേ തമ്പുരാനെ. നമ്മുടെ പള്ളിയുടെ പെയിന്റ് വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് സംഭാവന നൽകിയ ആളുകളുണ്ട്. പോരായ്മ വന്ന കാര്യങ്ങളെ നമ്മുടെ മഹല്ലിലെ മറ്റൊരു സഹോദരനാണ് പരിഹരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവേ ആ സഹോദരന്റെ ശരീരത്തിന് നീ ആഫിയത്ത് കൊടുക്കണേ അള്ളാഹ്. ആ സഹോദരന്റെ വിട പറഞ്ഞു പോയ മാതാവിന്റെ ഹദ്റത്തിലേക്ക് അതിന്റെ പുണ്യം നീ എത്തിക്കണേ അള്ളാഹ്. അള്ളാഹുവേ ശിഫ കൊടുക്കണേ അള്ളാഹ്. കുടുംബത്തിൽ ഐശ്വര്യം കൊടുക്കണേ അള്ളാഹ്. ഒരുപാട് കാര്യങ്ങൾക്ക് സേവനം ചെയ്യാനുള്ള തൗഫീഖ് ത്വാഖത്ത് നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ വളാഞ്ചേരി കേന്ദ്രീകരിച്ച് കണ്ണിന് കാഴ്ചയില്ലാത്ത ബ്ലൈൻഡായ കുട്ടികൾക്ക് ഒരു സംവിധാനം ആലോചിക്കുന്നുണ്ട്. ഒരുപാട് ബ്ലൈൻഡായ ആൾക്കാരുണ്ട്. ഒരുപാട് ബ്ലൈൻഡായ കണ്ണിന് കാഴ്ചയില്ലാത്ത ആൾക്കാരുണ്ട്. അവർക്ക് എന്തില്ല, ഈ ഖുർആൻ ഓതാനോ മതവിഷയങ്ങൾ പഠിക്കാനുള്ള സംവിധാനം കിട്ടിയിട്ടില്ല. അപ്പോൾ അവർക്കുള്ള ബ്രെയിൻ ലിപി ഉപയോഗിച്ചിട്ട് അതിൻ്റെ പ്രസ്, ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെ പുസ്തകങ്ങൾ, എല്ലാ സംവിധാനവും നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ പേപ്പർ വർക്കുകൾ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി അവർക്ക് താൽക്കാലികമായിട്ട് അധിവസിക്കാനുള്ള ഒരു വാടക വീട് കിട്ടണം. നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ ശ്രദ്ധയിൽ അത് വിട്ടുതരാൻ മനസ്സുള്ള ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെയും, അല്ല പെയ്ഡായിട്ട് അതിന് വാടക കൊടുത്തിട്ടാണെങ്കിൽ അങ്ങനെയും ഈ കുട്ടികളെ നമുക്ക് സംരക്ഷിച്ച് മുന്നോട്ട് പോകണം. അക്കാര്യം നല്ല സുമനസ്സിന്റെ വ്യക്തിത്വങ്ങളായ പ്രിയപ്പെട്ട കച്ചവടക്കാരെ, വളാഞ്ചേരി നിവാസികളെ, വ്യാപാരികളെ, യാത്രക്കാരെ എല്ലാവരെയും ഞാൻ അറിയിക്കുകയാണ്. മാത്രമല്ല ആ വിഷയകമായിട്ട് അങ്ങനെ ഡെഫോ ബ്ലൈൻഡോ ആയ കുട്ടികൾ, കണ്ണിന് കാഴ്ചയില്ലാത്ത കുട്ടികളെയും സ്വീകരിക്കുന്നുണ്ട്. അതുപോലെ സംസാരശേഷിയില്ലാത്ത കുട്ടികൾക്ക് ആംഗ്യ ഭാഷയിലൂടെ മതം പഠിപ്പിച്ചു കൊടുക്കുന്ന, ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കുന്ന, ഡിഗ്രി എടുത്തു കൊടുക്കുന്ന, എല്ലാം സൗജന്യമായിട്ട് അവരുടെ വസ്ത്രം, അവരുടെ ഭക്ഷണം, അവർക്ക് ആവശ്യമായ സ്റ്റേറ്റ്മെന്റ് അടക്കം കൊടുത്തിട്ട് അവരെ മുഴുവൻ സമയം ഏറ്റെടുക്കുന്ന ഒരു റെസിഡൻഷ്യൽ നിർത്തി പഠിപ്പിക്കുന്ന ഒരു ക്യാമ്പസാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും അതിന്റെ കൂടെ ഉണ്ടാകണം ഇൻഷാ അല്ലാഹ്. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കാമെന്നേറ്റ നല്ല മനസ്സിന്റെ ഉടമകളായ കുറച്ച് ആൾക്കാർ കൂടിയുണ്ട്. അവരെ നിയ്യത്തും കൂടിയാണിത്. അള്ളാഹു എല്ലാവരിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ അങ്ങനെ അർഹരായ കുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെയോ നമ്മുടെ മഹല്ല് പ്രസിഡന്റ് അസ്ലം സാഹിബ്, പാലാർ അടക്കമുള്ള ആളുകളെയൊക്കെ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഞാനൊന്ന് മെൻഷൻ ചെയ്തു തന്നു എന്ന് മാത്രം. ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ബന്ധപ്പെടണം. കാരണം എന്താ വെച്ചാൽ അത്തരം യോഗ്യരായ കുട്ടികൾ ഉണ്ടെങ്കിൽ അവര് തിരശ്ശീലൊക്കെ പുറത്ത് ഇരിക്കരുത്. അവർ സമൂഹത്തിന്റെ ഉള്ളിലേക്ക് വരണം.
അവർ മെയിൻ സ്ട്രീമിലേക്ക് വരണം, അവരെ നമുക്ക് കൊണ്ടുവരണം. അങ്ങനെ ബ്രെയിൻ ലിപി ഉപയോഗിച്ചിട്ട് ഖുർആൻ ഓതുന്ന കുട്ടികളെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയണം. ഇരുട്ട് ഇവിടെ മാത്രമേ ഉള്ളൂ, അവരെ ഉള്ളിൽ നല്ല വെളിച്ചാണ്. ആ കുട്ടികളെ നമുക്ക് ഏറ്റെടുക്കണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വഅലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.